അതായത് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് ഡിസംബർ 2 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരിക. മിനിമം 200 ബെഡഡ് ഹോസ്പിറ്റലിൽ 3 years എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. സോ ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതായത് ഈ കാണുന്ന പോലെ എയിംസിന്റെ CRE4 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. CRE നമുക്കറിയാം അല്ലേ, അതായത് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മാസം 14 തീയതിയാണ്. നിങ്ങൾക്ക് ഡിസംബർ 2 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എക്സാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 22, 24 ഇതിൻ്റെ ഇടയിലായിരിക്കും യൂഷ്വലി ഇതിന്റെ എക്സാമിനേഷൻ വരിക. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് നോക്കിയേ, ജനറൽ OBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 3000 ആണ്. SC/ST കാൻഡിഡേറ്റ്സ് കൂടാതെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 2400 ആണ് ആപ്ലിക്കേഷൻ ഫീ വരിക. സെന്റർ സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ ചോദിക്കുന്നതാണ്. സോ സെന്റർ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ ഓൾ മേജർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ UT യൂണിയൻ ടെറിട്ടറീസിലൊക്കെ എക്സാമിനേഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേ ബി നമുക്ക് കേരളത്തിലും എക്സാം സെന്റർ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ നഴ്സിംഗ് ഓഫീസർ കേട്ടോ, SNO സീനിയർ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ അതിൽ നമ്മുടെ എക്സാമിനേഷൻ വരിക CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരിക. നഴ്സിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ നഴ്സിംഗ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂഷ്വലി ഇതിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നോക്കി കാണുന്നത് പോലെ എയിംസ് ഭുവനേശ്വർ, എയിംസ് നാഗ്പൂർ, എയിംസ് പട്ന, എയിംസ് റായ്ബറേലി, എയിംസ് ഗോരഖ്പൂർ, എയിംസ് ഗൗഹാട്ടി, അതുകൂടാതെ എയിംസ് ദിയോഗഡ്, ഇവിടേക്കാണ് ഈ സീനിയർ നഴ്സിംഗ് ഓഫീസർ എന്ന പോസ്റ്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാവേ. സോ ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc നഴ്സിംഗ് കേട്ടോ, BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാകണം. അതുകൂടാതെ 3 years എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ് കേട്ടോ. അതിൽ ഈ എയിംസ് നാഗ്പൂർ മാത്രമാണ് മിനിമം 200 ബെഡഡ് ഹോസ്പിറ്റലിൽ 3 years എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ബാക്കി എല്ലാ എയിംസിലും മിനിമം 100 ബെഡ് ഹോസ്പിറ്റൽസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 years എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർക്കുക, എയിംസ് നാഗ്പൂർ മാത്രമാണ് 3 years എക്സ്പീരിയൻസ് 200 ബെഡ് ഹോസ്പിറ്റൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാ എയിംസും 3 years എക്സ്പീരിയൻസ് വേണം BSc കഴിഞ്ഞതിന് ശേഷം, പക്ഷേ അവർക്ക് 100 ബെഡ് ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് മതിയാവും. സോ ഇതാണ് നമുക്ക് ഈ CRE4 നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുള്ളവർ, ഈ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർ 3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.